ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മത്തങ്ങ നൂൽപുട്ടാണ്. ഒരു വെറൈറ്റി ആണല്ലേ. നമ്മളിപ്പോഴും മത്തങ്ങ വെച്ചിട്ട് മത്തങ്ങ പായസം, മത്തങ്ങ കറി അങ്ങനെ പലതും അല്ലേ വെക്കുന്നത്. ഇതൊരു വെറൈറ്റി ആണല്ലോ മത്തങ്ങ നൂൽപുട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അര കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതിനെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളിവിടെ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ആ അരിപ്പൊടിനെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ മത്തങ്ങ എത്രയാണോ നമ്മൾ പേസ്റ്റ് ആക്കിയത് എത്രയാണോ ഉള്ളത് അതേ അളവിൽ തന്നെ വേണം അരിപ്പൊടി എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മത്തങ്ങ അരച്ചതുണ്ട്. അതേപോലെ അതുകൊണ്ട് തന്നെ അരിപ്പൊടി ഒരു ഗ്ലാസ് തന്നെ എടുത്തേക്കുന്നത്. നമുക്ക് ആ മത്തങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ. മത്തങ്ങ നന്നായിട്ട് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് മത്തങ്ങയിൽ. നമുക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി അതിന് കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ടിട്ട് നൂൽപുട്ടാക്കി എടുക്കാം. മത്തങ്ങ നന്നായിട്ട് അരയണം, നല്ല പേസ്റ്റ് പോലെ അരയണം കേട്ടോ. അല്ലെങ്കിൽ നൂൽപുട്ടിൻ്റെ അച്ചിക്കൂടെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു 4 മിനിറ്റ് വേവേ ഉള്ളൂ ഇതിന്. നമ്മുടെ മത്തങ്ങ നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ട് അതേപോലെ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.